കഴിഞ്ഞ ദിവസം കളമശ്ശേരി പോളിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ലഹരി വേട്ടയും തുടർന്നുണ്ടായിട്ടുള്ള സംഭവവികാസവും നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. എന്നാൽ തുടർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ SFIയെ ബോധപൂർവമായി ആക്രമിക്കാനുള്ള ആയുധമായാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും പ്രതിപക്ഷവും വിശേഷിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാവിലെ 8 മണിക്ക് തൊട്ട് വാർത്ത ബ്രേക്ക് ചെയ്ത് വന്നു. ആ ബ്രേക്ക് ചെയ്ത നിമിഷം തൊട്ട് SFI വിരുദ്ധ ടാഗ് ലൈൻ എല്ലാത്തിനോടും ചേർക്കാൻ മാധ്യമങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം അവിടെ 2 കിലോ കഞ്ചാവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ KSUവിൻ്റെ നേതാവ്, KSUവിൻ്റെ പ്രവർത്തകൻ ആകാശ്, തുടർന്ന് അതിൻ്റെ തുടർച്ചയെന്നോണം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ഷാലിക്ക്, ആഷിക്ക് എന്നിവരെ പൂർവ്വ വിദ്യാർത്ഥികളായി മാധ്യമങ്ങൾ അവതരിപ്പിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സത്യം? ഇവർ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ളത് അർദ്ധസത്യമാണ്. അതോടൊപ്പം അവർ KSUവിൻ്റെ മുൻ യൂണിറ്റ് സെക്രട്ടറിയാണ് ഷാലിക്ക്, ആഷിക്ക് KSUവിൻ്റെ സജീവ പ്രവർത്തകനും. ഇവർ രണ്ടുപേരുമാണ് ഈ കിലോ കണക്കിനുള്ള കഞ്ചാവ് ക്യാമ്പസിൽ എത്തിച്ചത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം KSUവിൻ്റെ പ്രവർത്തകരാണ് ഇവർ എന്ന് ഈ സമയം വരെ മിണ്ടിയോ? മിണ്ടിയില്ല എന്ന് മാത്രമല്ല, SFIക്കെതിരെയുള്ള ഒരു അജണ്ട ഇതിനെ തുടർന്ന് സെറ്റ് ചെയ്യാൻ പ്രത്യേകമായി എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധിച്ചു.